പേര് എത്താനുണ്ട്. അവർക്ക് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. അവര് വന്നിട്ട് ബാക്കി പ്രോഗ്രാം. എന്തായാലും ഭയങ്കര സന്തോഷമായിട്ടിരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ 10 ദിവസം ഇങ്ങനെ അടിച്ചു പൊളിച്ച് തകർത്ത് നടക്കുക ഇവിടെയൊക്കെ അല്ലേ. എന്താ പറയാന്നറിയില്ല. 10 ദിവസമായും എന്താ പറയാ അല്ലേ. റൂമിൽ പോവുക, എന്താ പറയാ, കുളിക്കുക, ഫ്രഷ് ആവുക, വീണ്ടും തിരിച്ചു വരിക. വേറെ ഏതോ ലോകത്താ ഭഗവാനും ഞങ്ങളും. ഭഗവാന്റെ തിരുവുത്സവം എന്ത് രസം നോക്കിക്കേ. ഭയങ്കര രസം. വേറൊരു ലോകത്ത് ഇങ്ങനെ അടിച്ചു പൊളിച്ച് തകർത്ത് നടക്കുക. 10 ദിവസമായിട്ട് മഞ്ജരീസിന് ഫോണില്ല, കോൾസ് ഇല്ല, ഒന്നുമില്ല. സുഖം, സ്വസ്ഥം. ഹാ 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 ഹാ. മതി മതി, കൊതിപ്പിക്കല്ലേ ഇങ്ങനെ. ശരി, എന്ത് രസകരമായ ദിവസങ്ങളാ നോക്കിക്കേ. എത്ര മനോഹരമായിരിക്കും നോക്കിക്കേ. ഹാ ഹാ ഹാ. സുജു ഞങ്ങൾ എവിടെയുണ്ട്, എന്തുണ്ട് എന്ന് പോലും ഞങ്ങൾക്ക് തന്നെ അറിഞ്ഞൂടാ. ഞങ്ങളിങ്ങനെ എന്താ പറയാ, ഭഗവാന്റെ തിരുനടയില് ആർമാദിച്ച് ആനന്ദിച്ച് എല്ലാ ദുഃഖങ്ങളും മാറ്റിവെച്ച് എല്ലാ പ്രയാസങ്ങളും മാറ്റിവെച്ച് എന്ത് ഭംഗിയാ നോക്കിക്കേ. നമ്മുടെ ഉണ്ണിക്കണ്ണന്റെ ഇനി ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അതിലും നല്ല അടിപൊളി പഞ്ചവാദ്യവും മേളവും. ഓ എന്തോ പറയാ. അതെ 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 അതെ. നോക്കിക്കേ നോക്കിക്കേ. ഹാ ഹാ ഹാ. എത്ര മനോഹരമായിരിക്കുന്നു നോക്കിക്കേ. ഞങ്ങളിങ്ങനെ ആർമാദിച്ചിങ്ങനെ നടക്കാണ്. ഇത് മിനി ചേച്ചി, എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ്. ഒരു 10-15 വർഷത്തെ ബന്ധമാണ്. ഇത് മിനി ചേച്ചിയുടെ ഫ്രണ്ട്സ്. പേര് സജി, റിജി. പിന്നെ ഇത് നമ്മുടെ മഞ്ജരീസിന്റെ എല്ലാമായ ദിവ്യ, അഡ്മിൻ. അതെ, നല്ല രസമില്ലേ. ഞങ്ങളിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയാ, ഏതോ ഒരു ലോകത്ത് ഞങ്ങളിങ്ങനെ ആറാടിക്കൊണ്ടിരിക്കുകയാണ്. ഗോലോക, അതെ അതെ അതെ, ഗോലോകത്താണോ വേറെ എവിടെയെങ്കിലും ആണോ എന്നൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളിങ്ങനെ വേറൊരു മൈൻഡിലാണ് ഇപ്പം. ഞങ്ങളെ ആരും വിളിക്കരുത്, ഞങ്ങളെ ഒന്നും പറയരുത്, ഒന്നും വിളിക്കരുത്. ഞങ്ങളെല്ലാം മറന്നിങ്ങനെ നടക്കുകയാണ്. ഇനി ഒരു വർഷക്കാലം ഞങ്ങൾ കാത്തിരിക്കും. എന്തിനാണെന്നറിയോ? അടുത്ത വർഷം ഇതുപോലെ വരാൻ വേണ്ടിയിട്ട്. ഓഹോ, ഇങ്ങനെ ആടിപ്പാടി ഭഗവാന്റെ തിരുസന്നിധിയിൽ ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ നടക്കും. ഇനി കുറച്ച് ഫ്രണ്ട്സ് വേറെയും വരാനുണ്ട്. ഇത് പിടിച്ചിടാ, കുറച്ച് ഫ്രണ്ട്സ് വേറെ വരാനുണ്ട്. നമ്മുടെ അന്നദാനത്തിന്റെ ഒരു 6-7 പേര്. അവരും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, രാത്രി മുഴുവൻ ഭഗവാന്റെ തിരുനടയില്. ആളാകെ മാറിപ്പോയല്ലോ, ആളാകെ മാറിപ്പോയല്ലോ. അയ്യോ, ഭാര്യയുടെ കൂടെ. എന്ത് പറ്റി കൈക്ക്? അതാ വെയിറ്റ് എടുത്തിട്ടല്ലേ. ആണല്ലേ. നാളെ വരില്ലേ? ഞങ്ങളിപ്പോ ഇങ്ങനെ ദീദിയും ഇവരൊക്കെ വരുന്നുണ്ട്. രാവിലെ ഉള്ളിൽ കയറും. ഇപ്പം വെറുതെ ഇങ്ങനെ നാലമ്പലത്തിന് അവിടെ ഇങ്ങനെ മാത്രം തൊഴുത്, ചുറ്റമ്പലൊക്കെ തൊഴുത് ഒരു 11-12 പ്രസാദമൊക്കെ കഴിച്ച് പിന്നെയും തിരിച്ച് 3 മണി കഴിഞ്ഞ 10 ദിവസമായിട്ട് അങ്ങനെ. ഞാൻ തൊട്ടപ്പുറത്ത് ഇവരെ കൗണ്ടറിൽ കക്കാൻ കയറുന്ന ആള്. ഞങ്ങളുടെ കൗണ്ടറിൽ നിന്ന് മോഷ്ടിച്ചോണ്ട് പോകുന്നത്. ഞാൻ നോക്കുമ്പോ ഒരു ഗ്ലാസ് എടുത്ത് ഇവരുടെ ചാക്കിനകത്ത് കൊണ്ടിടും. ഞാൻ കയ്യോടെ കൊണ്ടുവരും. അതെ, അല്ല, മ്യൂസിക് ടീച്ചർ. പാട്ട് മമ്മിയൂരല്ലേ പറഞ്ഞു ചേട്ടൻ. ഇത് നമ്മുടെ അന്നദാനത്തിന്റെ നമ്മുടെ വേറൊരു സുഹൃത്ത്, അദ്ദേഹത്തിന്റെ ഭാര്യ. അങ്ങനെ 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 വേറെ ഒരു വേറെ ലോകത്ത് ഇങ്ങനെ നടക്കാൻ ഞങ്ങള് പറയാൻ പറ്റാത്ത. അതെ അതെ, ഓക്കെ, താങ്ക് യു, ഹരേ കൃഷ്ണ. ഇങ്ങനെ പറയാൻ പറ്റാത്ത ഒരു ആനന്ദമായിരിക്കുന്നൊരു ലോകത്ത് ഞങ്ങളുടെ ലൈഫിൽ ഇനി ആകെ ഒരൊറ്റ സെലിബ്രേഷനേ ഉള്ളൂ. അത് ഭഗവാന്റെ ഉത്സവമാണ്. എന്ത് ദിവ്യ, നമ്മുടെ ലൈഫിൽ ഇനി ഒരു സെലിബ്രേഷനേ ഉള്ളൂ. അത് ഭഗവാന്റെ ഈ 10 ദിവസമാണ്.
ഈ 10 ദിവസം ഞങ്ങളിവിടെ എത്തിയിരിക്കും. ഇനി മരിക്കുന്നത് വരെ ഈ 10 ദിവസം ആർമാദിക്കാൻ എല്ലാം മറന്നിവിടെ എത്തിയിരിക്കും. ഹരേ കൃഷ്ണ. ഇനി 3 ദിവസം കൂടെ ഉണ്ട്. 1-ാം തീയതിയാണ് ഇനി ഇവിടുന്ന് പോകുന്നത്. ഫീലിംഗ് കുശുമ്പ്. നല്ലതാ. നമുക്ക് അപ്പുറത്തേക്ക് പോയിട്ട് എന്തെങ്കിലും എണ്ണാൻ കുടിക്കാൻ. എനിക്ക് വിശക്കണം. എനിക്ക് ഭയങ്കര വിശപ്പ്. രാവിലെ മുതൽ തിന്നായിരുന്നു. അതിപ്പോ ഇച്ചിരി തേച്ചു. ദിവ്യേ, നമുക്ക് എന്തെങ്കിലുമൊക്കെ കുടിക്കാ തിന്നാ. അതിലുണ്ട് 50 രൂപ അതിലുണ്ട്. അവളെന്തോ വാങ്ങാൻ പോണ്ട്. അവള് മയിൽപ്പീലി വാങ്ങുന്നു. മയിൽപ്പീലി. ആഹാ. സുജാത മാതാജി വരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. വാ ദിവ്യെ, എസ്കേപ്പ്. അതെ ഞങ്ങൾ എസ്കേപ്പ് ആവാൻ നോക്കട്ടെ. ഭഗവാന്റെ ഉത്സവത്തിന് ഞാനും ഉണ്ടാവുന്നുണ്ട്. കൃഷ്ണ പ്രഭു ശരിക്കും ഒരു എന്താ പറയാ. ഹരേ കൃഷ്ണ മാതാജി. ഭഗവാനെ കണ്ടോ? പ്രസാദം കഴിച്ചില്ലേ ഉച്ചക്ക്? ഓ, ഈവനിങ് എത്തിയതല്ലേ. ഓക്കെ മാതാജി. ഹരേ കൃഷ്ണ. അത് നമ്മുടെ ക്ലാസ് കേൾക്കുന്ന മാതാജിമാരാണ്. ഞങ്ങളിങ്ങനെ ഇവിടെ മൊത്തം കാണിക്കാം. വേറൊരാള് നേരെ നോക്ക്, ഇവിടെ നോക്ക്. മൊബൈല് കാണുമ്പോഴേക്കും ഈ തലതിരിക്കണേ. നിങ്ങളൊക്കെ കണ്ടോളൂ. ഓൺലൈനായിട്ട് കാണൂ. അതെ, ഓൺലൈനായിട്ട് കാണൂ. കണ്ട കിച്ചൂട്ടന്റെ ഉത്സവത്തിന്, തിരുവുത്സവത്തിന് ഞങ്ങളിവിടെ നല്ല ആനന്ദതരളിതരായിട്ട് ഇങ്ങനെ നടപ്പുണ്ട്. പകല് മുഴുവൻ ജോലി, രാത്രി മുഴുവൻ ഭഗവാന്റെ അടുത്ത്. എന്ത് രസാണെന്നറിയൊരു ഫീല്. ഭയങ്കര രസമായിട്ട് ഇങ്ങനെ എന്താ പറയാ, എനിക്ക് പറയാൻ വാക്കുകളൊന്നുമില്ല. ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. മഞ്ജരീസിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. മഞ്ജരീസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ക്ലാസ് ഒന്നും എടുക്കാനുള്ള മൈൻഡൊന്നും ഇല്ല ഇപ്പൊ എനിക്ക്. ക്ലാസിന്റെ ബുക്സ് ഒക്കെ ഞാൻ അവിടെ കൊണ്ടുവച്ചിരിക്കാണ്. ഒക്കെ പിന്നെ നോക്കാം. എല്ലാം മറന്ന് ഭഗവാന്റെ നടയില്, എല്ലാം മറന്നിട്ട് ഞാൻ ഒന്നിനെ കുറിച്ചും ആലോചിക്കാറില്ല. മഞ്ജരീസിന്റെ ഫോണൊന്നല്ല, എന്റെ പേഴ്സണൽ കോൾസ് പോലും ഞാൻ അറ്റൻഡ് ചെയ്യാറില്ല. ഈ 10 ദിവസം ഞാൻ ഭഗവാന്റെ അടുത്താണ്. ഇനി എല്ലാ വർഷവും ഈ 10 ദിവസം ഞാൻ എന്റെ ഭഗവാന്റെ തൊട്ടടുത്ത്. എനിക്കൊന്നും വേണ്ട. എനിക്ക് എന്റെ ഭഗവാന്റെ അടുത്ത് ഇങ്ങനെ നടന്നാ മതി. ഒഴുകുന്ന വെള്ളം പോലെ, അല്ലേ മിൻചേച്ചി? ഒഴുകുന്ന വെള്ളം പോലെ ഇങ്ങനെ നടന്നാ മതി ഭഗവാന്റെ അടുത്ത്. ദിവ്യ, ഞങ്ങളിനി എന്ത് വന്നാലും ശരി, ഞങ്ങളിനി ഇങ്ങനെ 10 ദിവസമല്ലേ ദിവ്യ? എന്ത് ഭൂകമ്പം വന്നാലും ശരി 10 ദിവസം ഞങ്ങൾ ഇനി ഇവിടെ ഉണ്ടാവും. ഞങ്ങളിനി ഈ കിട്ടിയ സൗഭാഗ്യം ഒരു കാരണവശാലും ഞങ്ങൾ കളയില്ല. പിന്നെ ഞങ്ങളെ മിസ് ചെയ്യുന്നതിൽ ഞങ്ങളെ കൂടെയുള്ളവർക്കൊക്കെ വിഷമമൊക്കെ ഉണ്ട്. അവരതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവരൊക്കെ വെച്ചിട്ട് ഒരു ലൈവ് ഇടാം, നാളെ മറ്റന്നാളോ സമയം പോലെ. കാണിച്ചരാട്ടാ. ഓ, എന്ത് രസമാ നോക്കിക്കേ. പടിഞ്ഞാറേ നടയാണ് കേട്ടോ. ഞങ്ങളിപ്പോ ഉള്ളിൽ കയറാൻ പോവാണ്. ഇതൊക്കെ കൊണ്ടുപോയിട്ട് ഞങ്ങള് നേരെ ഇവിടെ വെക്കട്ടെ, ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് ഞങ്ങൾ ഇനിങ്ങനെ ഉള്ളിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. ഓക്കെ, ഒരു ഉത്സവം കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അതിന്റെ അപ്പുറത്തേക്ക് ഇനി ഒരു ഒന്നുമില്ല. ഇതാണ് ഏറ്റവും വലിയ സെലിബ്രേഷൻ. ഇതാണ് ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷം എന്ന് പറയുന്നത്. ഇനിയൊരു മൂന്ന് ദിവസം കൂടെ ഇവിടെ കാണും. അത് കഴിയുമ്പോൾ ഞങ്ങൾ നേരെ പഴനിക്ക് പോകും. പഴനിന്ന് എനിക്ക് എറണാകുളത്തൊരു മീറ്റിംഗ് ഉണ്ട്, പുതിയ പ്രൊജക്റ്റിന്റെ. അതിന് പോവും.
ഇതൊക്കെ തൈരാണ് കേട്ടോ. അത് കഴിയുമ്പം നേരെ എവിടേക്ക് പോവും? കോഴിക്കോട് പോവും. കോഴിക്കോട് ഒരു അമ്പലത്തിൽ പ്രഭാഷണമുണ്ട്. അത് കഴിഞ്ഞ് തൃശ്ശൂർ വരും. തൃശ്ശൂർ വന്നിട്ട് തൃശ്ശൂരിൽ നിന്ന് നേരെ ചെന്നൈക്ക് പോകും. ഇതാണ് പരിപാടി. ആഹാ, നോക്കിക്കേ എന്ത് രസാന്ന്. അയ്യോ, ഭീഷണി ഭീഷണി, മാതാജിയെ ഞാൻ അവിടുന്ന് കണ്ടോളാന്ന്. അത് കാണില്ല, അവിടെ കെട്ടി വെച്ചോണ്ട്. ഇനി ഞങ്ങൾ ആറാട്ടിന് മുങ്ങും ഭഗവാന്റെ കൂടെ. മറ്റന്നാളല്ല ആറാട്ട്, മറ്റന്നാൾ ആറാട്ടാണ്. അപ്പൊ ഞങ്ങള് ആറാട്ടിന് ഭഗവാൻ നീരാടുമ്പോ ഞങ്ങളും പോയിട്ട് ആറാട്ടിന് മുങ്ങും. അങ്ങനെയും ഒരു രസം. ഈ ഗുരുവായൂരിന് ഇത്രയും മനോഹരമാണെന്ന് ഞങ്ങൾ ഇപ്പോഴാണ് അറിയുന്നത്. കണ്ട, ഇവിടെയല്ലേ ആറാട്ട്, ഇവിടെയാണല്ലോ ആറാട്ട്. ഇതൊക്കെ ഞാനവിടെ ഇരുന്ന് പോയി ഓക്കെ. ഉണ്ണികൃഷ്ണൻ പ്രഭു. പിന്നേന്ന് പറയുമ്പം ഗുരുവായൂരിന്റെ മനോഹാരിത സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പോഴാണ് ആസ്വദിക്കുന്നത്. സീരിയസ്ലി, ഞാൻ ഇതുപോലെ നടന്ന കാലങ്ങൾ മറന്നുപോയി. ഏതോ കുഞ്ഞിനാളില് കുട്ടിക്കാലത്തില് എൻ്റെ നാട്ടിലെ ഉത്സവത്തിനാണ് ഞാൻ ഇതുപോലെ ഇങ്ങനെ നടന്നത്. എന്തുമാത്രം ഞാൻ ബിസി ആയിരുന്നോ ഇതെല്ലാം മാറ്റിവെച്ചു. ഞാൻ ഈ 10 ദിവസം എല്ലാം മാറ്റിവെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഭഗവാന്റെ സേവനം, ഭഗവാന്റെ കാര്യങ്ങള്, ഭഗവാനുമായിട്ടുള്ള ആ ഒരു സമയം. അയ്യോ, എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. ഇനി നിങ്ങൾ എന്നോട് ക്ലാസ് ഒന്നും ചോദിക്കരുത്, ഞാനെല്ലാം മറന്നുപോയി. സത്യം ഞാൻ പറയണേ. എനിക്കിപ്പോ ഒന്നും ഓർമ്മയില്ല, ഒരു കാര്യം ഓർമ്മയില്ല. ഏതോ ലോകത്താണ് ഞാൻ, എനിക്ക് അറിഞ്ഞൂടാ. ഓയ് സുധി, എന്താ നീ അവിടെ കൂക്കിയിടുന്നത്? നല്ല ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, ഗുരുവായൂരിന് ഇത്രയും ഭംഗിയുണ്ട് എന്നുള്ള കാര്യം ഇപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. നേരിട്ട് കണ്ടപ്പം ഈ ഒരു ആനന്ദ അനുഭൂതി എന്ന് പറയണത് വേറൊരു ലെവലാണ്. മനസ്സിലായോ? കളിയും ചിരിയും തമാശയും കൂട്ടുകാരും. ഇപ്പൊ ദീദിയൊക്കെ വരും. അത് ഇവിടുന്ന് കിട്ടിയ കുറെ ഫ്രണ്ട്സാണ്. ഇവിടുന്ന് കുറെ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. അത് ഒരു ഗ്യാങ് ആയി ഞങ്ങളിപ്പോ ഒരു ഗ്രൂപ്പ് ആയിട്ടുണ്ട്. ആ ഗ്രൂപ്പ് നമ്മൾ ഉണ്ടാക്കി, ഉത്സവ കമ്മിറ്റി ഗ്രൂപ്പ് അതൊക്കെ ഉണ്ടാക്കി. ഇതുണ്ട് അന്നദാനത്തിന്റെ ലൈന്. ആ ഉത്സവ കമ്മിറ്റി ഗ്രൂപ്പൊക്കെ ആയിട്ട് കൂടി അങ്ങനെ 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 ഞങ്ങളിങ്ങനെ നീരാടി ആറാടി ആനന്ദിച്ച് ആർമാദിച്ച് ഇങ്ങനെ ഗുരുവായൂരപ്പന്റെ തിരുസന്നിധിയിൽ ഇങ്ങനെ നടക്കുകയാണ്. ഭഗവാന്റെ മണ്ണില് ഇഷ്ടമുള്ളിടത്ത് ഇരുന്ന് ഇഷ്ടമുള്ളിടത്ത് കഥ പറഞ്ഞ് ഭഗവാന്റെ കാര്യങ്ങൾ പറഞ്ഞ് ചിരിച്ച് കളിച്ച് എല്ലാം മറന്ന്. സത്യം പറയണ എനിക്ക് ഒന്നും ഓർമ്മയില്ല. ചെന്നൈയിൽ നിന്ന് ഞാനിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഞാൻ വിളിക്കാറേ ഇല്ല. ചെന്നൈയിൽ വിളിക്കാറില്ല, വീട്ടിൽ വിളിക്കാറില്ല. അച്ഛൻ്റെ ഒരു 8-9 മിസ് കോൾ കാണും. ഞാൻ അമ്പലത്തിലാണ്, ഞാൻ പിന്നെ വിളിക്കാം. ദാറ്റ്സ് ഓൾ. ഈ ഒരു 10 ദിവസം ഞാനിനി ഒന്നിനും ഞാൻ സമയം കണ്ടെത്തില്ല. എല്ലാം ഫുൾ ടൈം എൻ്റെ ഭഗവാന്റെ കൂടെ. അമ്പലം, താമസ സ്ഥലം, ഭഗവാൻ, ഭഗവാന്റെ സേവനം. ഇതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. ഇത് മാത്രമേ ഉള്ളൂ. ഇനിയുള്ള കാലങ്ങൾ അത്രയും മരണം വരെ ഈ 10 ദിവസത്തിനായിരിക്കും എൻ്റെ കാത്തിരിപ്പ്. അയ്യോ, ഭയങ്കര രസാട്ടോ, ഭയങ്കര ഫീലാണ്. ഒരു വല്ലാത്തൊരു ഫീലാണ് സത്യം പറഞ്ഞ. കണ്ടോ, അതിനേക്കാൾ എന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാല് ഭഗവാന്റെ പ്രസാദം. ഒന്ന് പോയിക്കോട്ടെ അമ്മേ. ഭഗവാന്റെ പ്രസാദം കഴിച്ച് 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 വേറെ ഒന്നും കഴിക്കണില്ലെന്നേ. അതാണ് അതിന്റെ ഏറ്റവും രസം. കിച്ചൂട്ടൻ ഇത് ഇവിടെ അകത്തിരിക്കുന്നു. ഗുരുവായൂർ അമ്പലത്തിലുള്ള ആളല്ലേ കിച്ചൂട്ടൻ എന്ന് പറയണത്. ഫുൾ ടൈം ഭഗവാന്റെ പ്രസാദമാണ് കഴിക്കണം, വേറെ ഒന്നും കഴിക്കുന്നില്ല. ഭഗവാന്റെ പ്രസാദം. ഓഹോ, എന്റെ തലയിൽ മൈൽപ്പിൽ വെച്ചിരിക്കണം അവിടെ കുരുത്തം കേട്ടത്. അപ്പം ഫുൾ ടൈം ഭഗവാന്റെ പ്രസാദം മാത്രമേ കഴിക്കുന്നുള്ളൂ, മറ്റൊന്നും കഴിക്കുന്നില്ല. വേറൊന്നും കഴിക്കുന്നില്ല ഞങ്ങള്. ഇനി എനിക്ക് ചെന്നൈ പോകാൻ ഇഷ്ടമില്ല. എനിക്ക് ഇവിടെ നിൽക്കാനേ ഇഷ്ടമുള്ളൂ. സത്യം പറഞ്ഞെങ്കിൽ ഇവിടെ നിൽക്കാനേ ഇഷ്ടമുള്ളൂ. പക്ഷെ നമുക്ക് ജോലി ചെയ്യണ്ടേ, ജീവിക്കണ്ടേ. നമ്മുടെ ചക്കര കുട്ടനെ ഇരിക്കണുണ്ട് അവിടെ, ഉണ്ണിക്കുട്ടൻ.
ഇപ്പൊ 4 നടയും കാണിച്ചു കേട്ടോ. ഇനി ഞാൻ ലൈവ് കട്ട് ചെയ്യാൻ പോവാണ്. ഞാൻ ഉള്ളിൽ കയറി പഞ്ചവാദ്യം കേൾക്കട്ടെ. തായമ്പക പോണുണ്ട്, അവിടെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇരിക്കുന്നുണ്ട്. അവിടെ പോയി കഥ പറഞ്ഞിരിക്കട്ടെ കുറച്ചു നേരം. ഓക്കെ, ഇനി കട്ട് ചെയ്യാൻ പോവാണ്. ദേ മാരാര്, ദേ ജിത്തു, ബന്ധു. ഏയ് ബന്ധു, ഇങ്ങോട്ടൊക്കെ മുഖം തിരിക്കരുത് ലൈവ് വരുമ്പം. ആ, ബന്ധുവിനെ കണ്ടിട്ട് ഇവിടുത്തെ ആൾക്കാരൊക്കെ പറയാണ്, എന്റെ പൊന്നെ എന്താപ്പത്, എന്തുമാത്രം മാറി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സംഭവിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഉള്ളിൽ കയറട്ടെ. ഇനിയും ഞങ്ങൾ ലേറ്റ് ആയാലും ഞങ്ങൾക്ക് ചീത്ത ചെയ്യും. ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ് അതിൻ്റെ അകത്തുണ്ട്. കുറേ മെസ്സേജ് കഴിഞ്ഞു, ഇപ്പം അവർ മെസ്സേജ് അയക്കണില്ല. കാരണം അവർ ഫോൺ അതിൻ്റെ ഉള്ളിൽ കയറ്റാൻ പറ്റും. നേരെ ഫോൺ കൊണ്ടുപോയിട്ട് ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് ഞങ്ങൾ ഉള്ളിൽ പോകും. ഉള്ളിൽ പോയിട്ട് അത് കഴിഞ്ഞ് ഭഗവാന്റെ പ്രസാദം കഴിച്ച് റൂമിൽ പോയി 1 അവർ കിടന്നിട്ട് കുളിച്ചിട്ട് വീണ്ടും ഏർലി മോർണിംഗ് വരും. ഓക്കെ, ടാറ്റാ ടാറ്റാ. ഞങ്ങൾ ആർമാദിക്കട്ടെ കേട്ടോ. ഏയ് ഇല്ല സുധി, ഇവിടെങ്ങും ഇല്ല.